ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും സാമ്പാറുമാണ്. രാവിലത്തെ കുക്കിംഗ് കാഴ്ചയിലേക്ക് പോകാം. വീഡിയോയിലേക്ക്. രാവിലെ സാമ്പാറും ചപ്പാത്തിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. രാവിലെ ചപ്പാത്തി പരത്തി ആദ്യമേ വെച്ച ശേഷം ഓരോന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്ന പതിവ്. ഏറ്റവും എളുപ്പം ചപ്പാത്തിയാണ്. അതുകൊണ്ട് രാവിലെ മിക്ക ദിവസങ്ങളിലും ചപ്പാത്തി തന്നെ ആയിരിക്കും. ചപ്പാത്തിയോ ദോശയോ അങ്ങനെയൊക്കെയാണ്. ഇന്ന് എന്തായാലും ചപ്പാത്തി ആണ് എടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ചുട്ടെടുക്കാം. അതുപോലെ തന്നെ സാമ്പാർ ഒരു കുക്കറിനകത്ത് വേഗം വെച്ചിരിക്കുകയാണ്. 3 വിസിലടിച്ചു. ഇനിയും കടുക് തളിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആദ്യമേ ചപ്പാത്തിക്ക് അങ്ങ് കുഴച്ച് വെച്ച ശേഷമാണ് സാമ്പാറിന് പെട്ടെന്ന് അരിഞ്ഞ് അടുപ്പത്ത് കുക്കറിൽ വെച്ചു. ഇന്ന് പെട്ടെന്ന് വേഗം എല്ലാം ജോലികൾ തീർക്കണം, അതിൻ്റെ തിരക്കാണ്. അപ്പം വേഗം ഒരു സൈഡിൽ നിന്ന് ചപ്പാത്തി ചുടുമ്പോൾ ഒരു സൈഡിൽ കറി അടുപ്പത്ത് വെക്കും. പിന്നെയാണ് ചായ ഇടുന്നത്. അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ പോകുന്നു. രാവിലത്തെ ഓരോ ദിവസം വ്യത്യസ്ത പലഹാരമായിരിക്കും. ചില ദിവസങ്ങൾ ചപ്പാത്തി ആണെങ്കിൽ ചില ദിവസം ദോശയോ ഇഡ്ഡലിയോ അങ്ങനെയൊക്കെ ആയിരിക്കും. പിള്ളേരല്ലേ, ഓരോ ദിവസവും ഓരോ നിർബന്ധങ്ങളാണ്. കൂടുതലും ബ്രേക്ക്ഫാസ്റ്റിന് പലഹാരങ്ങൾ കൊണ്ടുപോകുന്നതാണ് ഇഷ്ടം മോന്. അതുകൊണ്ട് രാവിലെ പലഹാരം ഉണ്ടാക്കും. അതാണ് അവന് ഉച്ചയ്ക്ക് ലഞ്ചിനും കൊണ്ടുപോകുന്നത്. മിക്ക ദിവസങ്ങളിൽ ചപ്പാത്തി തന്നെ ആയിരിക്കും ഇഷ്ടം. അതുകൊണ്ട് ചപ്പാത്തി തന്നെയാണ് മിക്ക ദിവസങ്ങളും ഉണ്ടാക്കുന്നത്. വൈകിട്ടും ചപ്പാത്തി ആണെങ്കിൽ അത്രയും നല്ലതെന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. സാമ്പാർ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. ചില ദിവസങ്ങളിൽ ഞാൻ ഇന്ന് ഇച്ചിരി വെളിച്ചെണ്ണയാണ് ചേർത്ത് ചപ്പാത്തി ചുട്ടെടുത്തത്. അതുപോലെ തന്നെ ഒരു ചെറിയ ഷീറ്റ് ഉണ്ട്, അതിലേക്ക് ചപ്പാത്തി പരത്താനും പറ്റും. ഒരു സൈഡിൽ പരത്തുന്ന സമയത്ത് ഒരു സൈഡിൽ ചപ്പാത്തി പരത്തി വെക്കാൻ പറ്റും. എളുപ്പമുണ്ട്. അപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ സൈഡ് ഗ്യാസ് സ്റ്റൗവിൻ്റെ സൈഡ് ചേർത്ത് ഇങ്ങോട്ട് മാറ്റി ഒരു ഷീറ്റ് വിരിക്കും. എന്നിട്ട് പരത്തി വെക്കും. എന്നിട്ട് ചുട്ടെടുക്കുകയാണ് പതിവ്. അപ്പോൾ എളുപ്പമുണ്ട്, ജോലി എളുപ്പമുണ്ട്. അങ്ങനെ ആണ് സാധാരണ ചെയ്യാറ്. രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇതൊക്കെയാണ് രാവിലത്തെ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. ഇനി സാമ്പാറിന് കടുക് തളിക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട് ചപ്പാത്തി ഓരോന്ന് ചുട്ടെടുക്കണം. ഒരടുപ്പിൽ സാമ്പാർ, ഒരടുപ്പിൽ ചപ്പാത്തി. അങ്ങനെ രാവിലെ എളുപ്പം കുക്കിംഗ് ആണ്. അങ്ങനെ സാമ്പാർ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് തളിച്ചൊഴിക്കണം. അരപ്പ് തയ്യാറാക്കി ഒഴിക്കണം. വെന്തിരിക്കുകയാണ്. ഞാൻ സാമ്പാറിനകത്ത് കിഴങ്ങിട്ടില്ല ഈ വട്ടം. ചെറിയൊരു തക്കാളി, ക്യാരറ്റ്, ഒരു ചെറിയ വെള്ളരിക്ക അതൊക്കെയാണ് ചേർത്തേക്കുന്നത്. തുമരപ്പരിപ്പൊക്കെ ചേർത്ത് സിമ്പിളായിട്ടുള്ളൊരു സാമ്പാർ. വെരി ഈസി, വളരെ ഈസി ആയിട്ടുള്ളൊരു സാമ്പാർ. അങ്ങനെ കടുക് തളിച്ച് ഒഴിച്ചു. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇന്നത്തെ സാമ്പാറിന്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് സാമ്പാറും ചപ്പാത്തിയുമായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമായ സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കിയത്. പെട്ടെന്നുണ്ടാക്കി. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ കൂട്ടുകാരെ, വീണ്ടും കാണാം.